ഹായ് ഫ്രണ്ട്സ്, അടിപൊളി ടേസ്റ്റിലുള്ള ഒരു തൈര് സാദം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം. ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാവും. അപ്പോഴേക്കും നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് എടുത്തിട്ടുണ്ടെന്ന് നോക്കാം. കുറച്ച് ക്യാരറ്റ്, ഒരല്പം മല്ലിക്കീര, പിന്നെ സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ കടുക് വറുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുളക്, കായപ്പൊടി, സാമ്പാർ പരിപ്പും ഉഴുന്ന് പരിപ്പും, പിന്നെ കടുവും. അപ്പോൾ ഇത് ഇത്രയാണ്. പിന്നെ എണ്ണയുമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ തൈരും ചോറും, അതാണല്ലോ പ്രധാനപ്പെട്ട സംഭവം, തൈരും ചോറും. ഞാൻ ഉച്ചയ്ക്കത്തെ ചോറാണ് എടുത്തിരിക്കുന്നത്. കാര്യം ഈ അരിയിട്ടല്ല നമ്മൾ തൈര് സാദം ഉണ്ടാക്കുന്നത്, വേറെ അരിയാണ് ഉപയോഗിക്കുന്നത്, പൊന്നി അരിയൊക്കെയാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പാനിൽ എണ്ണ അടുപ്പത്ത് വയ്ക്കാം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചോറിനകത്ത് തൈര് ഒഴിച്ച് വെച്ചിട്ടുണ്ട്, ഒരല്പം ഉപ്പ് ഇട്ടു. അപ്പോൾ എണ്ണയിലേക്ക് നമ്മൾ എണ്ണ ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടുന്ന മുറയ്ക്ക് നമുക്ക് പരിപ്പിട്ട് കൊടുക്കാം. കടലപ്പരിപ്പ് ഇച്ചിരി മൂക്കാനും സമയം എടുക്കും. അതുകൊണ്ട് അതൊന്ന് പാതി മൂക്കുമ്പോൾ നമുക്ക് ഉഴുന്നിട്ട് കൊടുക്കാം. പകുതി മൂത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഉഴുന്നിട്ട് കൊടുക്കാം. ഉഴുന്ന് ഒന്ന് ബ്രൗൺ ആയിട്ട് വരുന്ന സമയമാകുമ്പോഴേക്കും നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് ചെറുതായിട്ട് ചേർത്താൽ മതി കേട്ടോ, ഒരല്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. പിന്നെ നമുക്ക് കടുക് വറുക്കുന്നതിന് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉണക്കമുളക്, അത് കഴിഞ്ഞാൽ ഉടനെ സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വരണം. അതിന് ശേഷം മാത്രം നമുക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് അങ്ങോട്ട് ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് വഴന്ന് കഴിഞ്ഞാൽ ഈ മല്ലിയില ഒന്ന് അരിഞ്ഞ് അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത്രയുള്ള സംഭവം. ഇതിൻ്റെ അടുത്ത് ആവശ്യത്തിന് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മളുടെ തൈര് ഒഴിച്ചു വെച്ചിരിക്കുന്ന ചോറിലേക്ക് ഇതങ്ങോട്ട് മിക്സ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. കായപ്പൊടി ഇടണം. കായപ്പൊടി ഇടാൻ ഒരിക്കലും മറക്കരുത്. കായപ്പൊടി എന്ന് പറയുന്ന മെയിൻ ഇൻഗ്രീഡിയൻ്റാണ്. ആ തൈര് സാധനത്തിൻ്റെ മണം കൊണ്ടുവരുന്നത് ഈ കായപ്പൊടിയാണ്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ടേസ്റ്റ് ചെയ്തതിന് ശേഷവും ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഇത്രയുള്ള സംഭവം. ഇതങ്ങോട്ട് ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ അടിപൊളി എന്ന് വെച്ചാൽ കിടിലൻ ടേസ്റ്റാണ്. ചോറാണെങ്കിൽ നല്ലവണ്ണം ഒന്ന് ഉടച്ചെടുത്തിട്ട് അതിനകത്ത് തൈര് ഒഴിക്കാവൂ. നെടുനീളെ കിടക്കുന്ന ചോറിനകത്ത് ഒഴിക്കാൻ പാടില്ല. ഞാൻ അടുപ്പിലോട്ട് വെച്ചിട്ട്, അടുപ്പൊക്കെ അണച്ചടുപ്പാണ്, അതിലേക്ക് ഈ കടുക് വറുത്ത എല്ലാ ഐറ്റവും കൂടെ ആ തൈര് ചോറിനകത്തോട്ടിട്ട് ഒന്ന് ഇളക്കി മറിച്ച് ഒരല്പം കായപ്പൊടിയും കൂടെ ചേർത്തിട്ട് അങ്ങോട്ട് ഇളക്കിയെടുക്കുക. അടിപൊളി ടേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ടേസ്റ്റ് ചെയ്തിട്ട് സൂപ്പർ ടേസ്റ്റായിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബാക്കി വരുന്ന ചോറൊക്കെ ഉണ്ടെങ്കിൽ നല്ലോണം ഞെടിയതിന് ശേഷം നിങ്ങൾക്ക് ഇതേപോലെ ഒരു കടുക് വറുത്ത് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞ് തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ തൈര് സാദമാവും. നല്ല ടേസ്റ്റാണ്. ഒരു 4 മണിയാകുമ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഞാൻ ചേർക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് പാലാണ് കേട്ടോ. തൈര് ലൂസാവാൻ വേണ്ടി നമ്മൾ കുറച്ച് പാല് ചേർത്ത് കൊടുക്കും. പാലും ഒരു മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ്. പാലും ചേർത്ത് കൊടുക്കും. ഇത്രയേ ഉള്ളൂ. തൈര് സാദം റെഡി.